Hi everyone, this is Rinsi from Groww Malayalam channel. 2022 എന്ന വർഷം ഓൾമോസ്റ്റ് അവസാനിക്കാനായി. ഇനി കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ ഗ്രോ റിപ്പോർട്ട് കാർഡ് എന്ന സീരീസിൻ്റെ അണ്ടറിൽ നമ്മൾ കുറച്ച് വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഗ്രോ റിപ്പോർട്ട് കാർഡ് എന്ന സീരീസിലൂടെ കഴിഞ്ഞ 12 മാസങ്ങളിൽ ഹയസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് റെക്കോർഡ് ചെയ്ത 5 സ്റ്റോക്കുകളെ പറ്റിയായിരിക്കും കവർ ചെയ്യുന്നത്. അപ്പം ഇൻവെസ്റ്റേഴ്സിന് ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു കമ്പനിയുടെ ഗ്രോത്ത് അതുപോലെ തന്നെ സർവൈവലിൻ്റെ ഒരു ബേസ് ആണ് ഈ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. സോ ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് നോക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെട്രിക് ആണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിയുടെ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതിനാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ആ ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഇൻട്രസ്റ്റ് കോസ്റ്റ്, അതുപോലെ തന്നെ ടാക്സ് എക്സ്പെൻസും നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ 4 ക്വാർട്ടറിൽ ഹയസ്റ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് കാണിച്ചിട്ടുള്ള 5 കമ്പനികളാണ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന കമ്പനികളുടെ എല്ലാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 5,000 crores ആണ്. 5 year ആവറേജ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ മോർ ദാൻ 10% ആണ്. റിട്ടേൺ ഇക്വിറ്റി മോർ ദാൻ 10% ആണ്. അതുപോലെ ഹയസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ള കമ്പനി നമ്മൾ ഇന്ന് ലാസ്റ്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. സോ ഏതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കമ്പനി എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ FB ഹാൻഡിൽസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി ദേവാനി ഇന്റർനാഷണൽ ലിമിറ്റഡ്. അപ്പം ദേവാനി ഇന്റർനാഷണൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബ്രാൻഡിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ഓപ്പറേറ്റർ ആണ്. KFC, പിസ്സ ഹട്ട്, കോസ്റ്റ കോഫി സ്റ്റോഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സെപ്റ്റംബർ 2022 പ്രകാരം ഇന്ത്യയിൽ 224 സിറ്റികളിലായിട്ട് 1047 സ്റ്റോറുകളാണ് കമ്പനിക്കുള്ളത്. അപ്പോൾ ഇതിൽ KFCക്ക് 423 സ്റ്റോറും പിസ്സ ഹട്ടിന് 466 സ്റ്റോറും കോസ്റ്റ കോഫിക്ക് 88 സ്റ്റോറുകളാണ് ഉള്ളത്. അപ്പം നൈജീരിയ അതുപോലെ നേപ്പാളിലായിട്ട് 46 സ്റ്റോറുകളും ഉണ്ട്. കമ്പനി ബ്രാൻഡിന്റെ കൂടെ തന്നെ അവരുടെ സ്വന്തം ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, വാങ്കോ. അത് സൗത്ത് ഇന്ത്യൻ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ബ്രാൻഡാണ്. അപ്പം ഇത് പാൻ ഇന്ത്യ ബേസിൽ കൊണ്ടുവരാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിവിടെ റവന്യൂ സെഗ്മെന്റിനെ പറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ 2022 സെപ്റ്റംബർ ക്വാർട്ടറിൽ കമ്പനിയുടെ 64% റവന്യൂ KFC സ്റ്റോറിൽ നിന്നാണ് വന്നേക്കുന്നത്. 26% പിസ്സ ഹട്ടിൽ നിന്നും 3% കോസ്റ്റ കോഫിയിൽ നിന്നുമാണ്. അപ്പോൾ കഴിഞ്ഞ 4 ക്വാർട്ടറിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 264.96% കൂടിയിട്ടുണ്ട്. അപ്പോൾ 2021 വരെ കമ്പനി നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അവർ സ്റ്റോറുകളുടെ എണ്ണം പെട്ടെന്ന് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റുകളൊക്കെ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റാണ്. അപ്പോൾ പല ഇൻ്റർനാഷണൽ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ബ്രാൻഡുകളിൽ നിന്നും അവർ സ്ട്രോങ് കോമ്പറ്റീഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ മെക്ഡൊണാൾഡ്സ്, ഡൊമിനോസ് പിസ്സ, സബ്വേ, ബർഗർ കിങ് എന്നൊക്കെ. ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 192.50 rupees, PE 82.47, debt to equity 1.71, 5 year sales CAGR 14.8, ROE 42.8, 1 year returns 3.24%, 5 year returns നില്ലാണ് ബിക്കോസ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് 5 years കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി 2 ടെക്നിക്കൽ മെട്രിക്സ് ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. 200 DMA, ദാറ്റ് ഈസ് 200 ഡേ മൂവിംഗ് ആവറേജ്. അപ്പോൾ ഇവിടെ 200 DMA വന്ന് 176, RSI 40, 15.47. ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി ഫൈൻ ഓർഗാനിക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. അപ്പം ഇന്ത്യയിൽ ഒലിയോ കെമിക്കൽ ബേസ്ഡ് അഡിക്റ്റീവ്സിന്റെ ലാർജസ്റ്റ് മാനുഫാക്ചർ ആണ് ഫൈൻ ഓർഗാനിക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. പല റേഞ്ചിലുള്ള ഫുഡ് അഡിക്റ്റീവ്സ്, പോളിമേഴ്സ്, കോസ്മെറ്റിക്സ് ആൻഡ് കോട്ടിങ്സിനൊക്കെ ലീഡിംഗ് മാനുഫാക്ചർ ആണ് കമ്പനി. കമ്പനി ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. അതുപോലെ തന്നെ സീറോ ലിക്വിഡ് ഡിസ്ചാർജ് ആണ് ഇവർക്ക്. അപ്പം ഇവർക്ക് 4 പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ആണുള്ളത്. അംബർനാഥ്, ബദൽപൂർ, ഡോംബിവിലി, അതുപോലെ പത്തൽ ഗംഗയിലായിട്ട്. അപ്പം ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് 75-ലധികം രാജ്യങ്ങളിലുള്ള കസ്റ്റമേഴ്സിനെ അവർ കാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിക്ക് അവരുടെ ഡെഡിക്കേറ്റഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററിൽ 20 സയന്റിസ്റ്റ് അതുപോലെ ടെക്നോളജിസ്റ്റുകളുടെ ഒരു ടീമാണ് വർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് 4 ക്വാർട്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 266.65% കൂടിയിട്ടുണ്ട്. അപ്പം കമ്പനി 450 സ്പെഷ്യാലിറ്റി അഡിക്റ്റീവ്സ് അതുപോലെ സിങ്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ പല ഇൻഡസ്ട്രിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ഫുഡ്, പ്ലാസ്റ്റിക്, കോസ്മെറ്റിക്സ് ആൻഡ് കോട്ടിങ്സിനൊക്കെ. അപ്പോൾ കമ്പനിക്ക് 850-ലധികം കസ്റ്റമേഴ്സും 180-ലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സുമാണ് ഉള്ളത്. കമ്പനിക്ക് പെട്രോ കെമിക്കൽ അതുപോലെ ഫുഡ് സെക്ടറിൽ ഒരു വെൽ ഡൈവേഴ്സിഫൈഡ് അതുപോലെ റെപ്യൂട്ടഡ് ക്ലയന്റ് ബേസ് ആണ് ഉള്ളത്. ഇനി കമ്പനിയുടെ ടോട്ടൽ സെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കസ്റ്റമറും 5% കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പം കസ്റ്റമേഴ്സിന് അവരുടെ സപ്ലൈസുമായിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് ഉള്ളത്. അതുപോലെ തന്നെ കമ്പനിയുടെ റോ മെറ്റീരിയലിൻ്റെ ഒരു 65 മുതൽ 75% വരെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കമ്പനിയുടെ മെയിൻ റോ മെറ്റീരിയൽ വരുന്നത് വെജിറ്റബിൾ ഓയിൽ അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിൽ ഡെറിവേറ്റീവ്സ് ഒക്കെയാണ്. അപ്പം ഈ 2 റോ മെറ്റീരിയലും പ്രൈസുമായിട്ട് വോളറ്റൈലാണ്.
പിന്നെ കമ്പനിയുടെ ഒരു 55 മുതൽ 60% സെയിൽസ് വരുന്നത് എക്സ്പോർട്ടിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷനൊക്കെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 30 മുതൽ 35% റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. ഫൈൻ ഓർഗാനിക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 5816.35 rupees, PE 33.25, debt to equity 0.03, 5 year sales CAGR 19.2, ROE 30.7, 1 year returns 59.15%, 5 year returns നില്ലാണ് ബിക്കോസ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് 5 years കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി രണ്ട് ടെക്നിക്കൽ മെട്രിക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ 200 DMA 5486, RSI 14 37.46. ഇന്നത്തെ നമ്മുടെ തേർഡ് കമ്പനി മഹേന്ദ്ര ഹോളിഡേയ്സ് ആൻഡ് റിസോർട്ട്സ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ ഇന്ത്യയിൽ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിൽ ഒരു ലീഡിംഗ് പ്ലെയർ ആണ് മഹേന്ദ്ര ഹോളിഡേയ്സ്. അപ്പോൾ കമ്പനി ഇന്ത്യയിൽ അവരുടെ ബിസിനസ് മോഡൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കേഷൻ ഓണർഷിപ്പിലാണ്. അപ്പം വെക്കേഷൻ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളിപ്പോൾ വെക്കേഷൻ ടൈം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് ഒരു റിസോർട്ടോ അപ്പാർട്ട്മെൻറ്റോ ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളതിനാണ് വെക്കേഷൻ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ മാർക്കറ്റ് ലീഡർ ആണ് കമ്പനി. അപ്പോൾ അവർക്ക് 2,70,000 മെമ്പേഴ്സാണ് ഉള്ളത്. കഴിഞ്ഞ 4 ക്വാർട്ടറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 267.19% വളർന്നിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഇൻവെൻട്രിയും നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ റൂമുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. അപ്പോൾ റൂമുകളുടെ എണ്ണം കൂടിയെങ്കിലും കമ്പനിയുടെ ഒക്യുപ്പൻസി റേറ്റ് ഒരു 72 മുതൽ 85% തുടരുവാണ്. അപ്പോൾ റൂമുകളുടെ എണ്ണം കൂടുന്നതിൻ്റെ കൂടെ തന്നെ അവരുടെ പെയ്ഡ് മെമ്പേഴ്സിലും നല്ലൊരു ഗ്രോത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി കമ്പനിയുടെ റവന്യൂയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 2022 കമ്പനിയുടെ റവന്യൂവിൻ്റെ 37% വന്നേക്കുന്നത് വെക്കേഷൻ ഓണർഷിപ്പ് ഇൻകത്തിൽ നിന്നാണ്. 29% ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫീസിൽ നിന്നും 18% റിസോർട്ട് ഇൻകത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പം ഇന്ത്യയിൽ അവർക്ക് 119 ഡെസ്റ്റിനേഷനിൽ കമ്പനി ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ത്യ കൂടാതെ കമ്പനിക്ക് യൂറോപ്പിൽ, ഫിൻലൻഡ്, സ്വീഡൻ, അതുപോലെ സ്പെയിനിൽ 33 ലൊക്കേഷൻസിൽ പ്രസൻസ് ഉണ്ട്. കമ്പനി പ്യുവർ ഇന്ത്യയിൽ പ്രസൻസ് ഉണ്ട് വിത്ത് 74 പ്രോപ്പർട്ടീസ്. അതുപോലെ തന്നെ കമ്പനിക്ക് 400-ലധികം പാർട്ട്ണർ ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ അവർക്ക് 4700-ലധികം റൂംസ് അവൈലബിൾ ആണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂ 10% CAGR വളർന്നിട്ടുണ്ട്. അതേസമയത്ത് കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 27% CAGR വളർന്നിട്ടുണ്ട്. കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് റൂംസ് അതുപോലെ തന്നെ മെമ്പേഴ്സ് ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവർ ഫൈനാൻഷ്യൽ മാർജിൻസും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അതോടൊക്കെ തന്നെ അവർ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിയിലൊക്കെ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കമ്പനിയുടെ വീക്ക്നെസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടും പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ റിസോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിക്സഡ് കോസ്റ്റ് കൂടുന്നുണ്ട്. ഇപ്പം ലോവർ ഒക്യുപ്പൻസി അല്ലെങ്കിൽ ഇപ്പം റിസോർട്ട് അല്ലെങ്കിൽ റൂമിൻ്റെ ഒക്കെ കമ്മീഷൻ ഓൺ ടൈം പേ ചെയ്തില്ലെങ്കിൽ അത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പം ഇനിയിപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. മഹേന്ദ്ര ഹോളിഡേയ്സ് ആൻഡ് റിസോർട്ട്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വന്ന് 275.30 rupees, PE 55.47, debt to equity 2.43, 5 year sales CAGR -2.34, ROE 39.7, 1 year returns 31.19%, 5 year returns 4.30%, 200 DMA 252, RSI 14 48.61. ഇന്നത്തെ നമ്മുടെ ഫോർത്ത് കമ്പനി ക്യാമ്പസ് ആക്റ്റീവെയർ ലിമിറ്റഡ്. അപ്പം ഇന്ത്യയിലെ ലീഡിംഗ് സ്പോർട്ട് ഫുഡ്വെയർ ബ്രാൻഡാണ് ക്യാമ്പസ് ആക്റ്റീവെയർ. അപ്പോൾ കമ്പനി പല സ്റ്റൈലിൽ, കളറിൽ, അതുപോലെ തന്നെ പ്രൈസ് റേഞ്ചിലൊക്കെയുള്ള പല ചോയ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ മെയിൻ ഫോക്കസ് വരുന്നത് സ്പോർട്ട് ഫുഡ്വെയർ അതുപോലെ അത്ലറ്റിക്ചറിലാണ്. അപ്പോൾ അത്ലറ്റിക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ റുട്ടീൻ അതുപോലെ തന്നെ എക്സസൈസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫുഡ്വെയർ ആണ്. മാനുഫാക്ചേഴ്സ് പല വെറൈറ്റിയുള്ള ക്യാമ്പസ് ഫുഡ്വെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ റണ്ണിങ് ഷൂസ്, വാക്കിംഗ് ഷൂസ്, സ്ലിപ്പേഴ്സ്, കാഷ്വൽ ഷൂസ്, സാൻഡൽസ് ഒക്കെ. കഴിഞ്ഞ 4 ക്വാർട്ടറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 306.79% കൂടിയിട്ടുണ്ട്. വാല്യൂ അതുപോലെ തന്നെ വോളിയത്തിന് ടേംസിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്പോർട്ട് ആൻഡ് അത്ലറ്റിക്ചർ ബ്രാൻഡാണ് കമ്പനി. അപ്പോൾ സെപ്റ്റംബർ 2022 പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സ്പോർട്ട് അതുപോലെ അത്ലറ്റിക്ചർ ഫുഡ്വെയർ 17% മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി 28 സ്റ്റേറ്റ്സിൽ പ്രസൻസ് ഉണ്ട്. അതുപോലെ 650-ലധികം സിറ്റികളിലായിട്ട് 20,000-ലധികം റീറ്റെയിലേഴ്സും ഉണ്ട്. അപ്പോൾ കമ്പനി 425-ലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സും 150-ലധികം ഇന്റേണൽ സെയിൽ ഫോഴ്സും ഉണ്ട്. അപ്പോൾ ഇ കോമേഴ്സ് വെബ്സൈറ്റിലെല്ലാം കമ്പനിയുടെ ഫുഡ്വെയർ അവൈലബിൾ ആണ്, ലൈക്ക് ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കമ്പനി എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ് ത്രൂ അവർ ഓഫ്ലൈൻ D2C പ്രസൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഫൈനാൻഷ്യൽ 2022 റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ 62% ട്രേഡ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ നിന്നും 38% D2C ചാനലിൽ നിന്നുമാണ് വരുന്നത്. കമ്പനിയുടെ സ്ട്രെങ്ത് വരുന്നത് അവരുടെ എസ്റ്റാബ്ലിഷ് മാർക്കറ്റ് പൊസിഷൻ അതുപോലെ സ്ട്രോങ് ബ്രാൻഡ് നെയിമാണ്. സ്പോർട്സ് അതുപോലെ അത്ലീഷ്യർ സെഗ്മെന്റിൽ 17% മാർക്കറ്റ് ഷെയറോടെ കമ്പനി വെൽ പൊസിഷൻഡ് ആണ്. ബട്ട് സ്റ്റിൽ കമ്പനി കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഓർഗനൈസ്ഡ് പ്ലേയേഴ്സ് അതുപോലെ അൺഓർഗനൈസ്ഡ് പ്ലേയേഴ്സ് ആയ ഇപ്പോൾ ബാറ്റ, അഡിദാസ്, നൈക്ക്, പ്യൂമ എന്നൊക്കെ. ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. ക്യാമ്പസ് ആക്റ്റീവെയർ ലിമിറ്റഡിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 461.20 rupees,
P 164.39, debt to equity 0.83, 5 years sales CAGR nil, ROI 29.5, 1 year returns അതുപോലെ 5 year returns നില്ലാണ് ബിക്കോസ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് 1 year കംപ്ലീറ്റ് ആയിട്ടില്ല. 200 DMA വന്ന് 451, RSI 14 46.47. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കമ്പനി അദാനി പവർ ലിമിറ്റഡ്. അപ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് പ്രൈവറ്റ് തെർമൽ പവർ പ്രൊഡ്യൂസർ കമ്പനിയാണ് അദാനി പവർ ലിമിറ്റഡ്. അപ്പോൾ കഴിഞ്ഞ 4 ക്വാർട്ടറിലായിട്ട് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 4635% കൂടിയിട്ടുണ്ട്. കമ്പനിയുടെ സ്ട്രെങ്ത് അവർക്ക് സ്ട്രോങ് ലോങ് ടേം പവർ പർച്ചേസ് എഗ്രിമെന്റ് ഉണ്ട്. അപ്പോൾ കൺസോളിഡേറ്റഡ് ബേസ് നോക്കുകയാണെങ്കിൽ 13.6 ജിഗാവാട്ട് ഓപ്പറേഷണൽ കോൾ ബേസ് തെർമൽ പവർ ജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. കമ്പനി ഓൾറെഡി അവിടെ 75% കപ്പാസിറ്റിന്റെ ലോങ് ടേം പവർ പർച്ചേസ് എഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് കമ്പനിയുടെ ഹെൽത്തി റവന്യൂ പൊട്ടൻഷ്യലാണ്. കമ്പനിക്ക് അവരുടെ ബോറോവേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്രെഡിറ്റ് പേയ്മെന്റ്സ് ഒക്കെ ടൈമിലി കിട്ടുന്നുണ്ട്. എന്നാലും അവരുടെ ക്രെഡിറ്റ് പ്രൊഫൈൽ അത്ര സ്ട്രോങ് അല്ല. അപ്പോൾ ഇതോട് തന്നെ ഇപ്പോൾ പേയ്മെന്റ്സ് കിട്ടുന്നതിൽ ഇപ്പോൾ ഡിലേ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു കേസ് വരുമ്പോൾ അത് കമ്പനിയുടെ ക്യാഷ് ഫ്ലോയിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട്. സോ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയിപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. അദാനി പവർ ലിമിറ്റഡിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 310.20 rupees, PE 11.57, debt to equity 1.87, 5 years sales CAGR 4.15, ROI 370, 1 year returns 198.99%, 5 years CAGR returns 55.34%, 200 DMA 293, RSI 40 31.58. സോ ഇതാണ് ഈ ഒരു വർഷം ഹയസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് നൽകിയ 5 ടോപ്പ് കമ്പനികൾ. അപ്പം ഇവിടെ ഒരു കാര്യം നമ്മൾ റിമൈൻഡ് ചെയ്യുവാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്ത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പം ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണം. അപ്പം നമുക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ കോണ്ടന്റ്സ് അതുപോലെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.